ഹലോ, ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഒരു പ്രാവശ്യം സോണി ഷോർട്ടിൽ ഇട്ടിട്ടുണ്ടായിരുന്നു 40 മണി ആരാധനയുടെ കുറിച്ച്. അപ്പോൾ അപ്പോൾ ഇന്ന് വൈകിട്ടാണ് പരിപാടി. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി രാവിലെ എല്ലാവരും കൂടി പോണില്ല, മോൻ പോണില്ല. ഏതായാലും ഞങ്ങൾ രണ്ടുപേരും കൂടി പോകാൻ ഓർത്ത് രാവിലത്തെ കുർബാനക്ക് പോകാൻ ഓർത്തിരിക്കുന്നത്. ഞാൻ ഒരുങ്ങി, പക്ഷെ സോണി ഒരുങ്ങിയിട്ടില്ല, നേരം വെളുത്തിട്ടില്ല. അപ്പോൾ കേട്ടാ അല്ല, നേരമൊക്കെ വെളുത്ത് വന്നതേ ഉള്ളൂ. കാക്ക പോലും കരയുന്നില്ല എന്ന് തോന്നുന്നു. എന്താ നോക്കൂ, ഇരുട്ട. ഞങ്ങളുടെ ലൈറ്റാണ്. പിന്നെ അപ്പോൾ ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഞാൻ നടന്നുകൊണ്ട് ഞാൻ പറഞ്ഞുതരാതെ റോഡിൽ കൂടി. പിന്നെ എന്താ പറയാ, അപ്പൊ ഓക്കെ, കാണിച്ചു തരാം. അല്ല, സോണി റെഡി ആയിട്ടില്ല, സോണി റെഡി ആവട്ടെ കേട്ടോ. ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങളുടെ പള്ളി ഒരുക്കിയിരിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത്. പള്ളിയുടെ പുറം സൈഡൊക്കെ പന്തലൊക്കെ കെട്ടി കസേരയൊക്കെ ഇട്ട് മനോഹരമായിട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. ഒരുപാട് ദൂരസ്ഥലത്ത് എന്നൊക്കെ ആൾക്കാർ ആരാധന കൂടാൻ വേണ്ടി ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാർ വരും. നിറയെ ആളായിരിക്കും, നിൽക്കാൻ പോലും സ്ഥലം ഉണ്ടാവില്ല, അമ്മാതിരി തിരക്കായിരിക്കും. കണ്ടോ, പള്ളിയൊക്കെ പൂക്കളൊക്കെ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ഇത് ഇങ്ങനെയാണ് ഞങ്ങളുടെ പള്ളി ആരാധനയ്ക്ക് വേണ്ടി അലങ്കരിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താഴ്ത്തുനിന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഗൈസ് നോക്കൂ, ഇതാണ് ഞങ്ങളുടെ റോഡിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കാണുപണിയായിരുന്നു. ഇപ്പോൾ റോഡ് ശരിയാക്കിക്കൊണ്ടിരിക്കുന്നതാണ്. റോഡ് ശരിയാക്കുന്ന വെച്ച് കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു മാസത്തിന് മേലായി. പഴയ ടാറൊക്കെ എല്ലാം പൊളിച്ചു കളഞ്ഞ് കയ്യിൽ ആദ്യമേ ഞങ്ങളുടെ കാണാൻ കുറച്ച് ചെറുതായിരുന്നു. ഇവിടെ വെള്ളം നിൽക്കുന്ന സ്ഥലമായതുകൊണ്ട് ആദ്യമേ ഞങ്ങൾ കാണയാണ് ശരിയാക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ റോഡ് ശരിയാക്കാൻ തുടങ്ങിയത്. അപ്പോ ഇപ്പൊ ഒരു മാസത്തിന് മേലെ ഇപ്പൊ ശരിയാക്കി ഇപ്പൊ തിരുപ്പത്തൂരൊന്നും കൊണ്ട് ഒരു രക്ഷയില്ല. ഇപ്പൊ അത് കാരണം ഞങ്ങൾ ചുറ്റിക്കറങ്ങിയാണ് ഇപ്പൊ ഞങ്ങൾ പോണത്. കണ്ടാ, ഇതാണ് റോഡ് ശരിയായി കഴിയുമ്പോഴേക്കും നല്ല ഭംഗിയാവുമെന്ന് വിചാരിക്കുന്നു. ഹലോ, അപ്പൊ ഞാൻ പള്ളിയിൽ നിന്ന് വന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ പള്ളിയിലത്തെ ആരാധന തീരുമാനം ലാസ്റ്റ്. അപ്പൊ മോൻ രാവിലെ ഞാൻ പള്ളിയിൽ പോയി. ആ 3 ദിവസമായിട്ട് രാവിലെ പോകും. രാവിലെ 7 മണിക്കാണ് കുർബാനക്ക്. 7 മണിക്കത്തെ കുർബാനക്ക് 6:30 കൊണ്ട് ആക്കും. എന്നിട്ട് രാത്രി 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴാണ് ഈ കുന്തിരിക്കോട്ടൊക്കെ ആയിട്ട് വാട്ടർ ബോയ്സ് ഒക്കെ പിള്ളേരെല്ലാരും കൂടെ തന്നെ മാറിയൊക്കെയാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആരാധന നടക്കുകയാണ്. അപ്പൊ അത് കാരണം അവന് വരാൻ പറ്റില്ല. അപ്പൊ ഇന്നുകൂടെ ഉണ്ട്. അപ്പൊ അവൻ രാവിലെ പോയേക്കാണ്, അതുകൊണ്ട് മോനില്ല. അപ്പൊ ഞങ്ങള് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വൈകുന്നേരത്തെ ആരാധനയൊക്കെ പോകുന്ന വീഡിയോ കൂടി കാണിച്ച് ഞങ്ങൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോയാണ്. അപ്പൊ ഇന്നത്തെ സൺഡേ വ്ലോഗ് ഇതാണ്. അപ്പൊ എന്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്? സാമ്പാറും ഇഡലി. ഗൈസ്, അപ്പോ ഇതേ നോക്കിയേ, നല്ല സോഫ്റ്റ് ഇഡലി. ഞാൻ ഇട്ടു. ഓക്കെ, എപ്പോഴും നീ എല്ലാം ഉണ്ട്. അപ്പോ മമ്മി സ്പെഷ്യലി സാമ്പാർ ഇഡലി. സാമ്പാർ എല്ലാം കൂടി പച്ചക്കറി. അതായത് കാര്യമുണ്ട് വെച്ചാല് പിള്ളേര് ഞാണെന്ന് വെച്ചാല് കഷ്ണം കഴിക്കില്ല. അപ്പൊ അത് കാരണം മമ്മി എല്ലാം കൂടി ഇട്ട്
കുക്കറിലിട്ട് മമ്മിയുടെ സാമ്പാറിന് സ്പെഷ്യൽ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് മമ്മി എല്ലാ പച്ചക്കറിയും ചേർക്കും. വെജിറ്റബിൾസ് ഐറ്റംസ് ഇഷ്ടംപോലെ ഉണ്ടോ. അപ്പൊ ഈ പച്ചക്ക, ഉരുളക്കിഴങ്ങ് എല്ലാ സാധനവും ഉള്ള കാരണം സാമ്പാറിനൊക്കെ കുറെ ഇതുണ്ടാവും. പിള്ളേരാണെങ്കിൽ എന്ത് ചെയ്യാന്ന് പറയാം, കഷ്ണം എല്ലായിടത്തും മാറ്റും. ചാറ് മാത്രമേ ഉള്ളൂ, കഷ്ണം മാത്രം ബാക്കി വരും. എനിക്കിഷ്ടമല്ല അപ്പൊ കഷ്ണങ്ങൾ പിള്ളേരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിക്കണം. കഷ്ണങ്ങൾ മാത്രം ബാക്കി ചട്ടിയിലുണ്ടാവുള്ളൂ. കഷ്ണം എന്റെ പാത്രത്തിലേക്ക് എടുത്തിട്ട് അതായത് മമ്മി അതാണിപ്പോ എല്ലാം കൂടെ അങ്ങാട് മിക്സിയിലോട്ട് കുക്കറിലിട്ട് അങ്ങാട് അടിക്കും. ഒറ്റടിക്ക് അപ്പൊ കുഴപ്പമില്ല. അപ്പൊ സാമ്പാറും പരിപ്പും പച്ചക്കറിയും പരിപ്പും എല്ലാം കൂടി മിക്സ് ആവും. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ഇതൊക്കെയാണ്. ഓക്കെ, ഞങ്ങൾ കഴിക്കട്ടെ. കഴിച്ചിട്ട് നോക്കി കാഴ്ചകൾ കുറെ കാണിച്ചു തരാം. ഓക്കെ, എന്നാണ് സോണി നമ്മുടെ പറമ്പിലേ പഴം പറിച്ചിട്ടുണ്ടായിരുന്നു. ചാമ്പൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ടീനയിലൊക്കെ അവിടുത്തെ ടീനയുടെ വെച്ചാല് ടീനയുടെ ഡാഡിയുടെ പെങ്ങളാണ് ടീന. ചിറ്റെന്ന് വിളിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സംശയം ഉണ്ടോ എന്താണ് ആംഗിൾ മീൻസ്? പൊതുവെ ആന്റിമാരെ ചിറ്റെന്നാണല്ലോ പറയുന്നത്. ഇല്ല, അങ്ങനെയല്ല. ഡാഡിയാണ് ചിറ്റെന്ന് വിളിക്കണത്. അങ്ങനെ കേട്ട് കേട്ട് ഞാനും ചിറ്റെന്ന് വിളിക്കുന്നത്. അല്ല, പക്ഷെ ഇപ്പൊ നിങ്ങളുടെ അതല്ല, എല്ലാരും അങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നത്. സോണിയ ആന്റിയൊക്കെ അങ്ങനെ വിളിക്കുന്നത്. വിളിച്ചിട്ട് അത് മമ്മി ചേച്ചി ആയതുകൊണ്ട് അത് തന്നെ പറഞ്ഞ മമ്മി അത് ചേച്ചി ആയതുകൊണ്ടാണ് ചേച്ചി മാരിയാണ് ചിറ്റാന്ന് വിളിക്കണത്. അപ്പൊ ഡാഡി ഡാഡിയുടെ മൂത്തല്ലേ ചേച്ചിയല്ലേ, അത് കാരണം ചിറ്റെന്ന് വിളിക്കണത്. അപ്പൊ ഡാഡി വിളിക്കണ കേട്ടിട്ടാണ് ഞാൻ ചിറ്റെന്ന്. അത് കാരണം എല്ലാവരും പിന്നെ വന്ന ജനറേഷൻ മൊത്തം എന്റെ പുറകെ ചിറ്റാന്നായി വിളി. ആന്റിയാണ് ശരിക്കും. അപ്പൊ അങ്ങനെയാണ് സംഭവം. ഞാൻ പറഞ്ഞ പോലെയല്ല, ടീന പറഞ്ഞ സംഭവം. അതാ കാര്യം മനസ്സിലാകാത്തത്. അപ്പൊ കുറച്ച് ഞാലിപ്പൂവൻ പഴം കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചാമ്പക്ക വെള്ളയുള്ള അടിപൊളി. അത് ചിറ്റയിലേക്ക് വീട്ടിലെത്താൻ അല്ല, ചിറ്റയുടെ ഫ്രണ്ട് കുറച്ചിങ്ങാട് കൊണ്ടുവന്നു. ചിറ്റ വീട്ടിൽ ഫ്രണ്ടിലെ ചാമ്പക്ക അവിടെ നിന്നാണ്. ഓക്കെ, ഞാലിപ്പൂവൻ കൊണ്ട് ഒരു റെസിപ്പി വീഡിയോ ചെയ്യാം. അത്രേ ഉള്ളൂ. ഓക്കെ, മതി. പിള്ളേർക്ക് കൊടുക്കാമല്ലോ. പിള്ളേര് ഓക്കെ ഓക്കെ. അപ്പൊ എടുത്ത് വെച്ചോട്ടെ. അപ്പൊ അങ്ങനെ വൈകുന്നേരമായി. ഞങ്ങ പള്ളിപ്പോണം എന്ന് പറഞ്ഞായിരുന്നില്ലേ രാവിലെ. അപ്പൊ പള്ളി പോകാൻ വേണ്ടി പോണേന്. അപ്പൊ സോണി ഇറങ്ങ ഒരാളും കൂടി ഇവിടെ ഉണ്ട്. അതൊക്കെ റെഡി ആയിട്ടിരിക്കണാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പള്ളിയിലേക്ക് പോയി. അതേ സോണിത് ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കണേന്ന്. ഇതുവരെ ഇറങ്ങിയിട്ടില്ല. വിളിച്ചിട്ട് കുറെ നേരമായി. അപ്പൊ അങ്ങനെ അത് സാരില്ല. അപ്പൊ ഞങ്ങ പള്ളിയിലേക്ക് പോണേണ്. പോയിട്ട് വന്നിട്ടല്ലേ, ഇനി പോയിട്ട് വന്നിട്ട് ബൈ.